അറബിക്കഥയിലൊക്കെ നമ്മൾ കേട്ട ഒരു അറേബ്യയില്ലേ, നസറുദ്ദീൻ ഹോജയുടെ ചിത്രകഥകളിലൊക്കെ നമ്മൾ കണ്ട ആ ഒരു അറേബ്യ, അതുപോലൊരു നാടാണ് ബുഖാറ. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കിന്ന് ബുഖാറ സിറ്റി ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് ചുറ്റിക്കാണാം. ഇന്ന് നമ്മുടെ എക്സ്പ്ലോറിംഗ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഉസ്ബെക്കിസ്ഥാനിലെ 10ാമത്തെ ദിവസമാണ്. എക്സ്പ്ലോറിംഗ് യൂണി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. അബ്രോഡ് പോയി MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്കും അവരുടെ പേരൻസിനും ഓരോ രാജ്യങ്ങളിലും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഫോറിൻ ഡിഗ്രി എക്സ്പ്ലോറിംഗ് യൂണി സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നും മറച്ചു വെക്കാതെ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നമ്മുടെ എക്സ്പ്ലോറിംഗ് യൂണി ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നേ നമ്മൾ ചാനലിൽ റിലീസ് ചെയ്ത വീഡിയോസും കൂടെ ഒന്ന് കാണാം. കാരണം ഉസ്ബെക്കിസ്ഥാനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട്. പല കാര്യങ്ങളും റിപ്പീറ്റ് ആകുന്നതുകൊണ്ട് നമ്മൾ രണ്ടാമതും പറയാറില്ല. അതുകൊണ്ട് എല്ലാ വീഡിയോകളും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ഇനി നമ്മൾ റിലീസ് ചെയ്യുന്ന വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകളൊന്നും മിസ്സാവാതെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ആദ്യം ഞാൻ വിചാരിച്ചത് ഓൾഡ് ബുഖാറയിലേക്ക് പോകാമെന്നാണ്. കാരണം ബുഖാറയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണേണ്ടതും പ്രധാനമായിട്ട് കണ്ടതും ഓൾഡ് ബുഖാറ തന്നെയാണ്. അങ്ങനെ ഞാൻ റെഡിയായി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓൾഡ് ബുഖാറയിലേക്ക് നടന്നു. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബുഖാറ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ ഈ വെക്കേഷൻ്റെ സമയം, അതായത് 2 മാസം സമ്മർ വെക്കേഷന് ചിലർ നാട്ടിലേക്ക് പോകില്ല. അപ്പോൾ ആ സമയത്തും പിന്നെ അതേപോലെ തന്നെ വിൻ്റർ വെക്കേഷൻ ചില സമയത്ത് ഇവർക്ക് 2 ആഴ്ചകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഈ സമയം പോലെ ഇപ്പോൾ അവർക്ക് വിൻ്റർ വെക്കേഷനാണ്. അപ്പോൾ ഈ സമയത്തും പിന്നെ അതേപോലെ തന്നെ സൺഡേസിലൊക്കെ ലീവ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ സാധാരണ വിസിറ്റ് ചെയ്യാറുള്ള സ്ഥലങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അത് ഞാൻ എന്നെക്കൊണ്ട് ആവുന്നത്രയും ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുകയും കൂടെ ചെയ്യാം. ബുഖാറയിൽ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് ഓൾഡ് ബുഖാറയാണ്. ഓൾഡ് ബുഖാറയിലാണ് ഇവിടെയുള്ള പണ്ടത്തെ ആർക്കിടെക്ചേഴ്സ് എല്ലാം ഉള്ളത്. അപ്പോൾ ഈ ആർക്കിടെക്ചർ തന്നെയാണ് ബുഖാറയിൽ മെയിനായിട്ട് കാണാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഓൾഡ് ബുഖാറയിലല്ല, ന്യൂ ബുഖാറയിൽ യൂണിവേഴ്സിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു കാർബോൺ ബസാർ എന്ന് പറഞ്ഞുള്ള ഒരു ബസാറുണ്ട്. അവിടെ നിന്നാണ് സാധാരണ കുട്ടികൾ സെൽഫ് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. അതും കൂടെ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. ഈ വഴിയിലൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അവിടെ ഓൾറെഡി തണുപ്പാണ്. അതിനിടയ്ക്ക് ഈ മൺകട്ടകളൊക്കെ കൂടെ വരുന്ന സമയത്ത് അവിടെ വേറൊരു നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ നടന്ന് ഓൾഡ് ബുഖാറയുടെ ഫസ്റ്റ് എൻട്രൻസിലെത്തി. ഇന്ന് തണുപ്പുണ്ട്, പക്ഷെ വെയിലുള്ളതുകൊണ്ട് അത്ര തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ റോഡിന്റെ സൈഡിലൊക്കെ ഹാൻഡ് മെയ്ഡ് ആർക്കിടെക്ചേഴ്സ് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സമർഗന്ധ് കണ്ട പോലെ തന്നെയാണ്. ഭയങ്കര കളർഫുള്ളാണ്. ഇവരിടുന്നതും അങ്ങനെ തന്നെ അതേപോലത്തെ ഡ്രസ്സുകളാണ്. ഞാനങ്ങനെ ഓൾഡ് ബുഖാറയിലൂടെ നടക്കുന്ന സമയത്ത് അവിടെ ചെറിയ ചെറിയ ട്രേഡിംഗ് ഡോമുകൾ ഉണ്ടായി. ഒരു ട്രേഡിംഗ് ഡോമാണ് കേട്ടോ. ചെറിയ ഡോമുകൾ ഇവിടെ ഒരുപാടുണ്ട്. അതായത് പണ്ട് കാലത്ത് നല്ല ചൂടുള്ള സമയത്ത് അവർക്ക് കയറി നിൽക്കാനും ട്രേഡുകൾ പ്രോപ്പറായിട്ട് ചെയ്യാനും അതിന്റെ ഡീലിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഡോമുകളാണ്. നല്ല മഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഭയങ്കര ടെമ്പറേച്ചർ കുറവാണ് ഇവിടെ. കാര്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ സമയത്ത് -10 -15 ഒക്കെ വന്നിരുന്നതാണ്. ഇപ്പം 14 ഡിഗ്രി ഒക്കെയാണ്. 14 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസ് കാലാവസ്ഥയാണ്. തണുപ്പുണ്ട്, എന്നാലോ വെയിലുണ്ട്, എന്നാൽ ചൂടില്ല. ആ ഒരു രീതിയിലുള്ള ഒരു കാലാവസ്ഥ, നൈസ് കാലാവസ്ഥയാണ്. ഞാനങ്ങനെ ഓൾഡ് ബുഖാറയിലൂടെ നടക്കുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ബുഖാറയിൽ എത്തുമ്പോഴേക്കും ഫിദ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫിദ ഹോസ്റ്റലിൽ വന്നാണ്. അതേപോലെ തന്നെ അൻസാനയും കൂടെ ഉണ്ട്. ഹായ്. നമുക്കെന്നാ ഓൾഡ് ബുഖാറ ഒന്ന് നടന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കാപ്പി കുടിക്കാന്ന് വെച്ചാൽ അടുത്തുള്ള ഒരു കുഞ്ഞു കാപ്പിക്കടയിലേക്ക് കയറി. 20,000 സോം കൊടുത്ത് വാങ്ങി ഈ ഒരു കാപ്പിക്ക് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ 20 രൂപ കിട്ടുന്ന കോഫിയാണ് ഇവിടെ 20,000 രൂപ, അതായത് 140 രൂപ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ബുഖാറ ഇല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ ചീപ്പായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളത്. എന്ത് മേടിക്കാൻ പോയാലും നല്ല റേറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പൊ സെൽഫ് കുക്കിങ്ങിന്റെ സമയത്തൊക്കെ സെൽഫ് കുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സെൽഫ് കുക്കിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് മെസ്സ് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് സെൽഫ് കുക്കിംഗ് ആയിരിക്കും. പക്ഷെ ഒരാളായിട്ട് ചെയ്യുവാണെങ്കിൽ അത് കുറച്ച് പാടായിരിക്കും. പിന്നെ ഒരു 2-3 പേരൊക്കെ ചേർന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് ചീപ്പായിട്ട് ഫീൽ ചെയ്യും. സാധനങ്ങളുടെ വിലയൊക്കെ എങ്ങനെയാണ്? 1 കിലോ ഓറഞ്ച് വേണമെങ്കിൽ നമ്മുടെ ഏകദേശം നാട്ടിൽ 250 രൂപ ആ റേറ്റ് തന്നെയാണ്. നമ്മൾ ഗ്രോസറീസ് ഒക്കെ കൂടുതലും സീസൺ പോലെ ഇരിക്കും. വെജിറ്റബിൾസ് ഒക്കെ ചില സീസണിൽ ഭയങ്കര ചീപ്പായിരിക്കും നാട്ടിലും. പക്ഷേ ഇപ്പൊ വിന്റർ ഒക്കെ ആയി കഴിയുമ്പോൾ ഡബിൾ ട്രിപ്പിൾ ഒക്കെ ആവും. അപ്പോൾ അതായത് നമ്മൾ എൻഡ് ഓഫ് ദി ഡേ ഒരു ഇയറിൽ നോക്കുന്ന സമയത്ത് സെയിം എക്സ്പെൻസ് വരും, ഏകദേശം സെയിം വരും. എന്നാലും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ കുറച്ചുകൂടി നമുക്ക് സാധനങ്ങൾ കിട്ടും. കുറച്ചൊരു എക്സ്പെൻസീവ് കൂടുതലാണെന്നാണ്. പിന്നെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതാണോ എന്നറിയില്ല. എനിക്കും ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. 1-2 ദിവസം വന്ന് നിന്ന് പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഉസ്ബെക്കിസ്ഥാൻ അത്രമാത്രം ചീപ്പൊന്നുമില്ല. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാന്ന് വെച്ചു. അങ്ങനെ ഹോട്ടലിലേക്ക് കയറുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇതെന്താന്ന്
ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് അവരുടെ ഒരു ട്രഡീഷനാണ്. അതായത് പണ്ട് കാലത്ത് ബുഖാറയിലുള്ള ആളുകൾ ഇതുപോലെ കട്ടിലിട്ടിട്ട് കട്ടിൻ്റെ മുകളിൽ അപ്പുറവും ഇപ്പുറവും രണ്ടുപേരിരുന്ന് നടുവിൽ ഭക്ഷണങ്ങൾ കൊണ്ടുവച്ചിട്ടായിരുന്നു കഴിക്കാറുണ്ടായിരുന്നു. ആ ഒരു സീറ്റിങ്ങിൽ ഇരുന്ന് ഫുഡ് കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് എനിക്ക് പുറത്തവിടെ ഇരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഉള്ളിൽ തന്നെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ കബാബും വേറെ കുറച്ച് സാധനങ്ങളും ഓർഡർ ചെയ്തു. നമ്മൾ എന്ത് ഓർഡർ ചെയ്താലും അതിൻ്റെ കൂടെ തന്നെ മധുരം ഇടാത്ത കട്ടൻ ചായ അവർ കൊണ്ടുതരും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണവും കഴിച്ച് ഓൾഡ് ബുഖാറ പാർക്ക് കാണാൻ വേണ്ടി പോയി. ഇവിടെ ഒരു പാർക്ക് പോലെ കുട്ടികളൊക്കെ വന്ന് കളിക്കുന്നുണ്ട്. ഇത് ഉസ്ബെക്കിസ്ഥാനി കുട്ടികൾ തന്നെയാണ്. ചിലർ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവിടെ ഒരു നസറുദ്ദീൻ ഹോജയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. പാർക്കും നസറുദ്ദീൻ മുല്ലന്റെ സ്റ്റാച്യു ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്തൊരു ബിൽഡിംഗ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ആ ഒരു ആർക്കിടെക്ചറിന്റെ ഉള്ളിലേക്ക് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറുന്ന സമയത്ത് തന്നെ സൈഡിൽ സുവനീർ വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവരോട് വില ചോദിച്ചു. അവർ വില പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു സാധാരണ ഇവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വില ഒന്ന് കൂട്ടി പറയും. അതുകൊണ്ട് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് മാത്രമേ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാവുന്നു. പക്ഷെ ആ ഒരു കടക്കാർ വില കുറക്കാൻ തയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് ഒന്നും നടന്നില്ല. ഞങ്ങൾ എല്ലാം ഉള്ളിലേക്ക് കയറി. ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലെത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അതൊരു മദ്രസയാണ്. നമ്മൾ രജിസ്ഥാൻ സ്ക്വയർ ഒക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെയാണ് എനിക്ക് ഇവിടെയും തോന്നുന്നത്. അതിന്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾ ഹാൻഡ് ക്രാഫ്റ്റുകളും മറ്റും വിൽക്കുന്നുണ്ടായിരുന്നു. രജിസ്ഥാൻ സ്ക്വയർ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് ഉള്ളിൽ. അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് മുതൽ നക്ഷത്രാമകൾ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ ജീവികളുടെ കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് കൊമ്പാണ്, ഇത് സ്റ്റീലാണ്, പക്ഷെ ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കത്തികളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ അങ്ങനെ ഓരോ കടകളുടെ ഉള്ളിലേക്ക് കയറി ഇറങ്ങി കാണായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ അവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്ന ഒരാൾ വന്നിരുന്ന് അവരെന്തോ സാധനം ഉണ്ടാക്കാൻ തുടങ്ങി. അത് ശരിക്കും നമ്മൾ ഫോണും ബുക്കൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കടേൻ്റെ ഉള്ളിൽ ഓൾറെഡി അവർ ഉണ്ടാക്കി വെച്ച ഒരുപാട് ക്രിയേറ്റിവിറ്റികൾ കണ്ടു. അതിൽ ചെസ് ബോർഡും തസ്ബിയ മാലകൾ ഇട്ട് വെക്കുന്ന പെട്ടിയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രണ്ടാമത് കയറിയ ഷോപ്പിലും ഒരാൾ പ്ലേറ്റുകളിൽ ഡിസൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഭൂരിഭാഗം കടകളിലും ഹാൻഡ് ക്രാഫ്റ്റ് തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു മദ്രസയും കണ്ടിറങ്ങി. ബുഖാറയുടെ പല ഭാഗങ്ങളിലും നസറുദ്ദീൻ ഹോജയുടെയും ഒട്ടകത്തിന്റെയും കഴുതേന്റെ ഒക്കെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഈ നസറുദ്ദീൻ ഹോജ എന്ന് പറഞ്ഞ കഥാപാത്രം ഉസ്ബെക്കിസ്ഥാനിലാണ് ജീവിച്ചതെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ആ ഒരാൾ കഥാപാത്രമാണോ ചരിത്രത്തിലുണ്ടായിരുന്നാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും അത് ചെയ്യാൻ പോയില്ല. അവിടെ കുറെ ആളുകൾ ഒട്ടകങ്ങളുടെ സൈഡിൽ നിന്നിട്ട് മുകളിൽ കയറിയിട്ടൊക്കെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സമർഗന്ത് പോലും ഇത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷേ ബുഖാര ആ ഒരു ചെറിയ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പകൽ വന്നപ്പോൾ ഒരു രസമുണ്ട്. ഇനിയിപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ടാണെന്നും അറിയില്ല, പക്ഷേ രസമുണ്ട് ബുഖാര. സമർഗന്തിനേക്കാളും ഒരു ഫീല് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ റഷ്യൻസ് കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തെടുക്കാൻ പറയാറുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ഫോട്ടോ എടുത്തെടുക്കാൻ പറഞ്ഞാണ്. കാട്ടി അപ്പോൾ ഇവർ ഫേമസ് ആയി, ഇവരിവിടുത്തെ സെലിബ്രിറ്റീസ് ആയി. അതെ, ഒരു വർഷമായിട്ട് സെലിബ്രിറ്റീസ് ആണ്. ഞങ്ങൾ അങ്ങനെ ബുഖാറ കണ്ട് നടക്കുന്ന സമയത്ത് ഒരു സൈഡ് കട നടത്തുന്ന ഒരു അമ്മച്ചി ഞങ്ങളെ വിളിച്ചു. അമ്മച്ചി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. കുട്ടികൾ എന്തോ കാര്യത്തിൽ നിന്ന് വിലപേശിയ സമയത്ത് അമ്മച്ചി ഓടിച്ചു വിട്ടു. ഞങ്ങളങ്ങനെ ഓരോ ട്രേഡിംഗ് ഡോമുകളുടെ ഉള്ളിലൂടെ പോയി. ഇപ്പം ഈ ട്രേഡിംഗ് ഡോമുകളുടെ ഉള്ളിലെല്ലാം ഹാൻഡ് ക്രാഫ്റ്റുകളാണ് വിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് കണ്ട് നടക്കുന്ന സമയത്താണ് ഒരു സെറാമിക്കിന്റെ സ്റ്റാച്ചു ഞാൻ ശ്രദ്ധിച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ രാവിലെ ഹോട്ടലിൽ കണ്ട കട്ടിലില്ലേ, അത് ഈ ഒരു സ്റ്റാച്ചുവിനെയാണ് മീൻ ചെയ്യുന്നത് എന്ന്. അങ്ങനെ ഞങ്ങൾ ഓൾഡ് ബുഖാറയിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ആർക്കിയോളജിക്കൽ സ്പോട്ട് കണ്ടു. ഇവിടെ മാത്രമല്ല, ബുഖാറയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ഡിഫറെന്റ് ആർക്കിയോളജിക്കൽ സ്പോട്ടുകളുണ്ട്. ബുഖാറയുടെ ഹിസ്റ്ററിയും പഴക്കവും ഒക്കെ ഇങ്ങനെയുള്ള ആർക്കിയോളജിക്കൽ സ്പോട്ടിൽ നിന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ആർക്കിയോളജിക്കൽ സ്പോട്ടിലുള്ള ബോർഡ് സൂക്ഷിച്ചൊന്ന് വായിച്ചപ്പോൾ മനസ്സിലായി പണ്ട് കാലത്തുള്ള രാജാക്കന്മാരുടെ കുളിമുറിയായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് നടക്കുന്ന സമയത്ത് സൈഡിൽ ബാത്ത് ഹൗസ് എന്ന് എഴുതി വെച്ചാണ്ട്. നമ്മളൊരു ബാത്ത് ഹൗസ് എന്ന് പറഞ്ഞ സാധനം കാണുന്നുണ്ട്, ഒന്ന് കയറി നോക്കുക. എന്താണ് ഈ ബാത്ത് ഹൗസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കി. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഉടനെ ഒരാൾ വന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗുഹയുടെ ഉള്ളിലാണ് കൂടിയാണ് നമ്മൾ പോകുന്നത്. ഗുഹ പോലുള്ളൊരു സാധനം. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നത് എത്ര തണുപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ തണുപ്പ് കയറുന്നില്ല. ഭയങ്കര ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ. ഓ നൈസ്. ഇതുവരെ ഇവരോട് പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടാ. അതെ, എങ്ങനെയുണ്ട്? പുറത്ത് ഭയങ്കര തണുപ്പല്ല, ഒരു 10 ഡിഗ്രി 12 ഡിഗ്രി ഒക്കെ കിടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂട്. ഇതിൻ്റെ ഒരു നമ്മളൊരു 37-40 ഡിഗ്രി സെൽഷ്യസ് നിൽക്കുന്ന ഒരു ഫീലുണ്ട്. കൊള്ളാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് നമ്മളവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട എങ്ങനെയാണ് തിരിയാതെ ഇങ്ങനെ കിടക്കും. അതല്ല ചോദിച്ചത്, എന്താ ഈ സാധനം? പബ്ലിക് സോന ഓക്കെ, അടികൂടെ ഗ്യാസ് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ചൂട്. 400 മുതൽ 600 വരെ കൊല്ലം പഴക്കമുള്ള ബാത്ത് ഹൗസുകളാണത്. ഈ ബാത്ത് ഹൗസിന്റെ അടിയിലൂടെ
ഹീറ്റഡ് സ്റ്റീം ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂട്. ഇത് നല്ല നല്ല ചൂടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉള്ളിലൂടെ പോകുന്നതുകൊണ്ടാണ് ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 42-45 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒക്കെ ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പുറത്ത് വന്നപ്പോൾ ഒരു സുഖം കിട്ടിയ പോലെ അത്രയും ചൂടുണ്ട് അതിൻ്റെ ഉള്ളിൽ. നന്നായിട്ട് വേർക്കുന്നുണ്ട്. അതായത് ഇവിടുന്ന് ഭയങ്കര തണുപ്പുള്ളൊരു സീസൺ ആണെങ്കിൽ പോലും കൊള്ളാം. ഫുള്ളൊരു ഗോസ്റ്റ് ഹൗസിൽ കയറി ഒരു ഫീലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. വഴിതെറ്റി കഴിഞ്ഞാൽ എങ്ങോട്ടേക്കും പോകും. കാരണം കുറേ അറകളുള്ളൊരു റൂമാണ്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതോറും തണുപ്പ് അടിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. ഓക്കെ. അതായത് ഇതൊക്കെ മസാജാണ്. ഓക്കെ, മസാജിന് വേണ്ടിയിട്ടുള്ള പഴയ സ്ഥലങ്ങളാണല്ലേ. ഇപ്പോഴും ചെയ്യേണ്ടതുണ്ട് കാരണം അവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഇതില്ലേ. ഓക്കെ, അതായത് ഇവർ കുളിക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒന്ന് വേർക്കും. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വേർക്കുന്നത് നല്ലതാണെന്നാണല്ലോ. അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അടിപൊളി. അതിൻ്റെ ഉള്ളിൽ കയറി മുതൽ ഭയങ്കര ചൂടാണ്. AC കയറി പോലെ ഉണ്ട് പുറത്തിറങ്ങിയപ്പോൾ. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അടിപൊളി ചൂടായിരുന്നു. എനിക്കൊന്ന് നമുക്ക് കുമിറുന്നുണ്ടായിരുന്നു. കാരണം ജാക്കറ്റും കൂട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ടൊരു ചൂട് ഫീൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഓൾഡ് ബുക്കാറയിലൂടെ നടക്കുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയാണ് നമുക്ക് തോന്നുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ടവർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ബുക്കാറിലെത്തിയപ്പോൾ ഫസ്റ്റ് ദിവസം രാത്രി വന്നത് ഈ ഒരു ടവറിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള മസ്ജിദ് അന്ന് അടച്ചിട്ടേക്കായിരുന്നു. ഇന്നെന്തായാലും ഇതൊന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. ഈ ഒരു മസ്ജിദ് ശരിക്കും 1514 പണി കഴിപ്പിച്ച മസ്ജിദാണ്. ഇതിനെ കലാൻ മസ്ജിദ് അല്ലെങ്കിൽ കല്യാൺ മസ്ജിദ് എന്നൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വെക്കുമ്പോൾ അവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു ഉള്ളിലേക്ക് പോകാൻ. എനിക്ക് എവിടെ ഉള്ളിലേക്ക് കയറാൻ പേയ്മെൻറ്റ് ഉണ്ടെങ്കിലും അവിടെ കുട്ടികൾ പറയും തലാബാത്താണെന്ന്. തലാബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണെന്ന്. അതുകൊണ്ട് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് ഇവർ ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. തലാബാത്ത് എന്ന് പറയും. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതില്ല, ടിക്കറ്റ് ഇല്ല, കൺസൾട്ടേഷൻ ഉണ്ട്. പിന്നെ പൈസ വേണം. അങ്ങനെ ഞങ്ങൾ ആ മസ്ജിദിന്റെ ഉള്ളിൽ കയറി നടക്കുന്ന സമയത്ത് ഒരു ഉസ്ബെക്കിസ്ഥാനി വന്നു. ഇംഗ്ലീഷ് അറിയുന്ന ഒരു ഉസ്ബെക്കിസ്ഥാനി ആയിരുന്നു അത്. കേരള. Many people Kerala. Yes. Welcome. This is one of biggest mosques Central Asia. മൂപ്പർ ആ ഒരു മസ്ജിദിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഇത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ആലിബാബയും 40 കള്ളന്മാരും എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ സിനിമ കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയണത്. Okay. Sovietical time in India, Uzbekistan. Yes. Underground tree, and he is dancing Hema Malini 1979. Okay. That time he speaking Aja. Husband, the harbinder, 87 years. 87. ഇത് ഇന്ത്യൻ മൂവിയിലെ. ഉസ്ബെക്കിസ്ഥാനികൾക്ക് പൊതുവെ അമിതാഭ് ബച്ചനെയും ഹേമ മാലിനെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവരുടെ സിനിമകളൊക്കെ ഉസ്ബെക്കിസ്ഥാനികൾ നല്ലോണം കാണാറുണ്ട്. നമ്മളിപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ടോ, ആ ഒരു മസ്ജിദിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലുതായിട്ട് തോന്നിയിട്ടില്ല. ഒരു മസ്ജിദാണ്, പിന്നെ അതിനുള്ള കുറേ അറകളും കാര്യങ്ങളും ഡോറുകളും ഉണ്ട്, അത്രമാത്രമാണ്. പക്ഷെ ആ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് നല്ലതായിരുന്നു. കാരണം സൈഡിലൊക്കെ ഓരോ സാധനങ്ങൾ വെക്കുന്നുണ്ട്. നല്ലൊരു രസം ഉണ്ടായിരുന്നു ആ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ചൂടാവുന്ന ഹീറ്റാവാൻ വേണ്ടിയിട്ട് അവർ ഒന്ന് സ്റ്റീം ആവാൻ വേണ്ടിയൊക്കെ ഇരുന്ന ആ ഒരു ഇതും കൂടെ നല്ല രസം ഉണ്ടായിരുന്നു. കാരണം ഉള്ളിൽ നല്ല ചൂടാണ്. അപ്പോൾ നമ്മളൊരു ഗോസ്റ്റ് ഹൗസിൽ കയറുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ മസ്ജിദിന്റെ ഒരു ഭാഗത്തൂടെ ഇറങ്ങിയ സമയത്ത് ബുഖാറ ആർക്കിന്റെ മുന്നിലെത്തിയത്. നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ബുഖാറ ആർക്കിലാണല്ലേ. ബുഖാറയിൽ വന്നെന്ന് രാത്രി ഞാൻ കുതിരയുടെ മുകളിലൊക്കെ കയറിയത് ഈ സ്ഥലത്തു നിന്നാണ്. ആർക്കിന്റെ മുന്നിൽ കുറേ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതായത് ബലൂൺ എറിഞ്ഞു പൊട്ടിക്കുന്നതും ബൈക്ക് ഓടിക്കുന്നതും ഒട്ടകത്തിന്റെ മുകളിൽ കയറുന്നതും ഇങ്ങനെ കുറേ. അപ്പോൾ പിന്നിൽ കാണുന്നതാണ് ഇവിടെ ബുഖാറയിലുള്ള ആർക്ക്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ കാർവോൺ ബസാർ എന്ന് പറഞ്ഞുള്ള കോളേജിൻ്റെ അടുത്ത് കുട്ടികൾ സാധാരണ എല്ലാ സാധനങ്ങളും വാങ്ങാറുള്ള ഒരു ബസാറുണ്ട്. അപ്പോൾ ആ ബസാർ കവർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ആ ബസാറാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് കാര്യം. അവിടെയുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. കാർവോൺ ബസാറിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇതാണ് ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാർവോൺ ബസാർ. അപ്പോൾ നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. ഈ പാസേജിലൂടെ വേണം നമ്മൾ പോകാൻ. അപ്പോൾ ഞാൻ ആ പാസേജിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ കാർവോൺ ബസാറിലേക്ക് പോവാണ്.
കാർവോൺ ബസാറിന്റെ മുന്നിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി താഷ്കന്തിലെ ചോർസു ബസാർ പോലൊരു ബസാറാണ്. ഇവിടെ എല്ലാം കുട്ടികളുടെ ഡ്രസ്സ്, വിന്റർ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് സ്വീറ്റ്സ്, എന്തോ ഒരു ബിസ്ക്കറ്റാണ്, ഒരു ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ്. അപ്പോൾ കുട്ടികൾ ഇവിടെ സാധാരണ വരാറുള്ളത് ചെറിയ വിന്റർ ക്ലോത്തുകളും പിന്നെ അതുപോലെ തന്നെ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനുള്ള സാധനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ചോർ ബസാറിനേക്കാൾ കൂടുതൽ ഡ്രസ്സ് ഐറ്റംസും ടപ്പൽസ് ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഓരോ സീസണിനനുസരിച്ചാണ് ഡ്രസ്സുകൾ ഉണ്ടാവും. ഓരോ സീസൺ മാറി വരുന്നതനുസരിച്ച് ഡ്രസ്സിന്റെ ടൈപ്പും മാറും. പക്ഷേ ഈ ഡ്രസ്സുകൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. കാർബൺ ബസാറിന്റെ ഒരു സൈഡ് ഫുൾ ഡ്രസ്സുകളാണ്. എല്ലാത്തിന്റെയും കോപ്പി, പ്യൂമ മുതൽ റീബോക്ക് വരെയുള്ളതിന്റെ കോപ്പി ഇവിടെ ഉണ്ട്. ഇവിടെ മീറ്റ് ഉണ്ട് കേട്ടോ, കയറുമ്പോൾ തന്നെ മീറ്റ് ഉണ്ട്. ഈ ഒരു സാധനമൊക്കെ ഞാൻ കഴിച്ചിട്ട് കറക്റ്റ് റസ്ക് പോലത്തെ ഒരു സാധനം, ഭയങ്കര കട്ടിയുള്ള റസ്ക് പോലത്തെ ഒരു സാധനമാണ് ഇത്. ഇവരിത് വൈകുന്നേരം ആകുമ്പോൾ തുടച്ചൊക്കെ വെക്കും, തുണി എടുത്തിട്ട് തുടച്ചൊക്കെ വെക്കും ഈ ഒരു ബ്രെഡ്. അതായത് നമ്മുടെ നാട്ടിലെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ പോലെയാണ് ഇവർ ബ്രെഡ്. നല്ല തുണിയൊക്കെ എടുത്തിട്ട് വൈകുന്നേരം തുടച്ചൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെക്കും. കൊള്ളാട്ടോ, ഒരുപാട് ടൈപ്പ്, പല ടൈപ്പ് ബ്രെഡ് ഉണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരേ ടേസ്റ്റാണ്. ആ മൈദയുടെ നമ്മളെ നോർമൽ നാട്ടിലുള്ള ബ്രെഡിൻ്റെ റസ്കിൻ്റെ അതേ ടേസ്റ്റ്. റസ്കിൻ്റെ ടേസ്റ്റ് അല്ല, ബ്രെഡിൻ്റെ ടേസ്റ്റ്. പഴമുണ്ട്, ഒടുക്കത്തെ റേറ്റാണ് ഇവിടെ പായത്തിന്. 180 രൂപയാണ് നാട്ടിലുള്ള റേറ്റ് ഇവിടെ പായത്തിന് അല്ലേ. അങ്ങനെ ഞങ്ങൾ കാർവോൺ ബസാറിൻ്റെ ഓരോ ഭാഗവും ചുറ്റി നടന്ന് കണ്ടു. ഈ കാർവോൺ ബസാർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് ഈ മാർക്കറ്റിൽ കിട്ടാവുന്ന ഡ്രസ്സുകളും ചെരുപ്പുകളും അതിൻ്റെ സ്റ്റൈലൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏത് ടൈപ്പ് ഡ്രസ്സുകളാണ് ബുഖാറയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുക, നിങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങി വരേണ്ട കാര്യമുണ്ടോ, ഇവിടുന്ന് വാങ്ങാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. പിന്നെ നമുക്ക് ഇടാനുള്ള വൈറ്റ് കോട്ടും സ്ക്രബൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. പക്ഷേ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് നാട്ടിൽ നിന്ന് വാങ്ങി വരുന്നതാണ് നല്ലതെന്നാണ്. അങ്ങനെ ഞങ്ങൾ കാർബൺ ബസാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ കുറച്ച് സ്വീറ്റ്സ് കണ്ട്. പക്ഷേ ഈ സ്വീറ്റ്സ് ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ മധുരം ഉണ്ട് ഇതിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാർബൺ ബസാറിൽ മെയിനായിട്ട് കാണാനുള്ളത്. കാർബൺ ബസാറിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബുഖാറ ആർക്ക് ഉള്ളിൽ കയറി കണ്ടിട്ടില്ലല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് ബസ്സിൽ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ചെറിയ ബസ്സാണ് കേട്ടോ, നമ്മുടെ തഷ്കന്ത് കണ്ട പോലത്തെ വലിയ ബസ്സല്ല, ചെറിയ ബസ്സാണ്, കുറച്ച് സീറ്റുകളുള്ള ചെറിയ ബസ്സാണ്. അപ്പോൾ ഇതിപ്പോൾ 25 നമ്പർ, നമ്മൾ പോകുന്ന റൂട്ടിലേക്ക് പോകുന്ന ബസ്സാണ്. 25 നമ്പർ. ബുഖാറ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ് ബസ് സ്റ്റാൻഡ്. അതുകൊണ്ട് നമുക്ക് ഏത് ലൊക്കേഷനിലേക്ക് പോകുകയാണെങ്കിലും ബസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ പൈസ കൊടുക്കുന്നത് എങ്ങനെയാണ്? കണ്ടക്ടർ വരില്ല, ഡ്രൈവറിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. 1500. അതേപോലെ തന്നെ സമർഗന്തിലും തഷ്കന്തിലും ബസ്സിൽ കയറിയ 2000 സോമായിരുന്നു. പക്ഷെ ഇവിടെ 1500 സോമാണ് ബസ്സിൽ ഇവിടെ കയറി കഴിഞ്ഞാൽ എങ്ങോട്ട് പോയാലും. അങ്ങനെ ഞങ്ങൾ ബുഖാറ ആർക്കിന്റെ മുന്നിൽ വന്നിറങ്ങി. ആർക്കിന്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതൊരു മ്യൂസിയം ആണെന്നുള്ളത്. ബുഖാറയുടെ ട്രഡീഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു മ്യൂസിയം. അങ്ങനെ ഞങ്ങൾ ഓരോ റൂമുകൾ കാണുമ്പോൾ ഓരോ റൂമുകളുടെ ഉള്ളിലേക്കും കയറി നോക്കി. അവിടെ എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാ ചെറിയ മൃഗങ്ങളെ അവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ആർക്ക് ചുറ്റി നടന്ന് കണ്ട് മുകളിലേക്ക് എത്തി. മുകളിൽ ശരിക്കും ഒരു ആർക്കിയോളജിക്കൽ സ്പോട്ടാണ്. ഓൾറെഡി കുറേ എക്സ്കവേഷൻസ് നടന്നിട്ടുള്ള ഒരു ആർക്കിയോളജിക്കൽ സ്പോട്ടാണ്. ആ ആർക്കിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് ബുഖാറ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. ആ ഒരു വ്യൂ ശരിക്കും അടിപൊളിയായിരുന്നു. ബുഖാറയുടെ ആ ഒരു വൈഡ് വ്യൂ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു സിറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് ആർക്കും ശരിക്കും ഈ ആർക്കിയോളജിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെറുതെ ആ സ്പോട്ട് ഇങ്ങനെ നടന്നു കണ്ടു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ സെലോം നമസ്തേ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം പോയിട്ടുണ്ടായിരുന്ന ഹോട്ടലിൽ അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. സിറ്റി സെൻറ്ററിൽ തന്നെയാണ് ഈ ഒരു സെലോം നമസ്തേ എന്ന് പറഞ്ഞുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. നമുക്ക് ഇവിടെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഒരുപാട് ഇന്ത്യൻ ഐറ്റംസ് കിട്ടുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് സ്ഥിരമായിട്ട് വരുന്ന റെസ്റ്റോറൻ്റ് ആണത്. പക്ഷേ ഇവിടെ എല്ലാ ഇന്ത്യൻ ഐറ്റംസിനും നല്ല റേറ്റാണ്. എല്ലാ ഭാഷയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പുനീത് രാജ്കുമാർ മുതൽ രജനീകാന്ത് വരെയുള്ളുണ്ട്. മലയാളത്തിൽ നിന്ന് മോഹൻലാൽ ഉണ്ട്, ഹിന്ദിയിൽ നിന്ന് സൽമാൻ ഖാൻ ഉണ്ട്. ഭയങ്കര കംപ്ലൈൻ്റ് ആണ്, മമ്മൂട്ടിൻ്റെ ഫോട്ടോ വെച്ചില്ല. മമ്മൂട്ടിനെ അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളൊക്കെ മമ്മൂട്ടി ഫാനാണ്. ഇവിടുത്തെ മെനു കാർഡ് നോക്കുമ്പോൾ തന്നെ ഓരോ ഐറ്റത്തിന് 50,000 1 ലക്ഷമൊക്കെയാണ്. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങുമ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നടന്നു വരുന്ന വഴിക്ക് ഒരു പട്ടീനെ കണ്ടപ്പോൾ കുട്ടികൾ ആകെ പേടിച്ച്. നാട്ടിലാണെങ്കിൽ ശരി ഉസ്ബെക്കിസ്ഥാനിലാണെങ്കിൽ ശരി പട്ടീനെ പേടി തന്നെയാണ്. ഞങ്ങളങ്ങനെ നടന്ന് അതിൻ്റെ അടുത്തുള്ള സൗദോ മാളിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലെ നോർമൽ മാൾ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെയും മാൾ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് കയറിയത്. അപ്പോൾ സൗദോ മാളിലാണ് നമ്മൾ പോകുന്നത്. ഫാഷൻസിനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. എല്ലാം അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ മാള് കണ്ടിറങ്ങിയ ശേഷം കുട്ടികൾ അവരുടെ ഹോസ്റ്റലിലേക്ക് പോയി. ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് വന്നു. എനിക്ക് നാളെ ബുഖാറയിൽ നിന്ന് ഫർഗാനയിലേക്ക് പോകാനുള്ളതാണ്. അതിന് ഞാൻ ആദ്യം താഷ്കന്ത് പോയിട്ട് വേണം ഫർഗാനയിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് നാളെ മുതൽ ഫർഗാനയിലേക്കുള്ള യാത്ര തുടങ്ങാം.